അവളെ കുറിച്ച് എന്ത് ഇൻഫർമേഷൻ കിട്ടിയാലും എന്നെ ഇൻഫോം ചെയ്യണം. ഓക്കെ സാർ. ഇതിപ്പോ ആരും അറിയണ്ട. ഒന്നും പേടിക്കരുത് സാർ. അന്ന് ചാന്ദിനെ കുറിച്ച് അന്വേഷിക്കാനാ ശരണ്ണ മീറ്റ് ചെയ്തത്. അവിടുന്ന് തിരിച്ചു വരുമ്പോ ആരോ പുറകീന്ന് അടിച്ചു. പക്ഷേ ഈ ഫോട്ടോ ഭാർഗവി മേമ്മ എനിക്ക് അയച്ചെന്തിനാ? അവർക്കിതെങ്ങനെ കിട്ടി? ചേച്ചി, സീത വളരെ സുന്ദരിയായിട്ടുണ്ടല്ലേ? വാവ്, സീതയെ കാണാൻ ഒരു സിനിമ നടിയെ പോലെ ഉണ്ടല്ലേ? കറക്റ്റ്. ഈ പുതിയ ലുക്ക് അവർക്ക് നന്നായിട്ട് സ്യൂട്ട് ആവുന്നുണ്ട്. സാധന, മാല എടുത്തിട്ട് വാ. സീത, അപ്പു, മാല കൈമാറിക്കൊള്ളൂ. സാർ, ഒരു മിനിറ്റ്. നിങ്ങൾ സീതയെ എങ്ങനെയാ പ്രൊപ്പോസ് ചെയ്തതെന്ന് ഇപ്പൊ ഞങ്ങളുടെ മുമ്പിൽ വെച്ചൊന്ന് കാണിക്കാമോ സാർ? അതെ റാം സർ, നിങ്ങൾ സീതയെ എങ്ങനെ പ്രൊപ്പോസ് ചെയ്തെന്ന് ഞങ്ങൾക്കൊന്ന് അറിയണമെന്നുണ്ട്. കാണിക്കൂ സാർ, പ്ലീസ് സാർ, പ്ലീസ്. അത് വേണം. ഞങ്ങൾക്ക് കാണണം. പ്രൊപ്പോസ് ചെയ്യ്, പ്രൊപ്പോസ് ചെയ്യ്. അത് ഞങ്ങൾക്ക് കാണണം. വേഗാവട്ടെ. വേഗാവട്ടെ. ഏട്ടാ, അന്ന് ഇങ്ങനെയൊന്നും ഉണ്ടായിരുന്നേ ഇല്ല. കുട്ടികളെയൊക്കെ കണ്ടോ, എത്ര സന്തോഷത്തിലാ അവരൊക്കെ. നമ്മുടെയൊക്കെ കാലത്ത് ഒരു താമ്പൂല് കൈമാറിയാ പിന്നെ കഴിഞ്ഞു. അതെ മോനെ രാമ, നീ എങ്ങനെയാ സീതയെ പ്രപ്പോസ് ചെയ്തതെന്ന് ഞങ്ങൾക്കൊന്ന് അറിയണമെന്നുണ്ട്. നീ അതൊന്ന് കാണിക്ക്. ഈ നാടകത്തിന്റെ ഒക്കെ ആവശ്യം എന്തുവാ? എൻഗേജ്മെന്റ് കഴിഞ്ഞിട്ട് പോരെ ഈ പരിപാടിയൊക്കെ? എടി, ഇത് നാടകമൊന്നുമല്ല. രാമൻ എന്റെ അനിയത്തിയെ എങ്ങനെയാ പ്രപ്പോസ് ചെയ്തതെന്ന് പറയാൻ പോകുന്നതാ. മനസ്സിലായില്ലേ? നിന്റെ ഈ മോന്ത വെച്ച് നിന്നെ ആരും പ്രപ്പോസ് ചെയ്ത് കാണില്ല. അതാ. അയ്യോ, എനിക്ക് എന്റെ മോന്തയ്ക്ക് ചേർന്ന ഒരുത്തനെ തന്നെയാ കിട്ടിയത്. അങ്ങോട്ട് നോക്ക്. നീ പറ മോനെ. സാർ, നിങ്ങൾ എന്താ ഇത്? അല്ല പിന്നെ, നീ ഇപ്പൊ സീതയെ പ്രപ്പോസ് ചെയ്തേ പറ്റൂ. സമയം കളയാതെ വേഗം. വേഗം പറയടാ. ഒരു കാര്യം പറയട്ടെ. നോക്ക് രാമ, നീ സീത എങ്ങനെ ബൗൾഡാക്കിയത്? അതോ സീത എറിഞ്ഞ ബോളിന്റെ മുമ്പിൽ നീ ബൗൾഡായതാണോ? ആ മാച്ചിന്റെ ഒരു റീപ്ലേ കാണണം മോനെ. ഐ മീൻ ഹൈലൈറ്റ്സ്. ഓക്കെ, ഷുവർ ചെറിയ. ഇനി അവൻ പറഞ്ഞോളൂ. ഓക്കെ, രാമ പറഞ്ഞോ. ആക്ച്വലി സീതയെ കൺവിൻസ് ചെയ്യാൻ വലിയ പ്രയാസം ഉണ്ടായിരുന്നില്ല. ഐ എം സീരിയസ് ഗൈസ്. ലവ് ഈസ് മ്യൂച്വൽ എന്ന് അറിയില്ലേ? രണ്ടുപേരും പരസ്പരം നന്നായിട്ട് തന്നെ മനസ്സിലാക്കണം. പക്ഷേ കൺവിൻസ് ചെയ്യേണ്ടി വന്നത് വേറെ ഒരാളെയാ. കാരണം ഞങ്ങളുടെ സ്നേഹം സക്സസ് ആവാനുള്ള പാലം പണിഞ്ഞത് അവളാ. സീമോളെ, can I marry your mother? നിങ്ങൾ രണ്ടുപേരെയും ഞാൻ നന്നായിട്ട് തന്നെ നോക്കിക്കോളാം. ആൻഡ് ഇറ്റ്സ് എ പ്രോമിസ്. നീ സമ്മതം തരികയാണെങ്കിൽ നിന്റെ അമ്മയെ ഞാൻ കല്യാണം കഴിച്ചോട്ടെ? ഒന്ന് ആലോചിച്ചിട്ട് പറയാം. എന്താ? ഓഹോ,
തേർഡ് എംപയർ ഡിസിഷൻ പെൻഡിങ്. ആലോചിച്ചിട്ട് പറയാല്ലേ. ഓക്കേ. ഉമ്മ കൊടുക്ക. അപ്പു, വെറുതെ കാര്യങ്ങൾ ഒരുപാട് വൈകിപ്പിക്കല്ലേ. മാല കൈമാറിയിട്ട് റിംഗ് എക്സ്ചേഞ്ച് ചെയ്തോളൂ. ഷുവർ മേമ. ഏതു ജന്മസ്വപ്നമായി കാത്തു കാത്തു നിന്നു നീ, അരികെ വന്നു ചേരുവാനിൻ ജീവനിൽ. ഏതു സ്നേഹമന്ത്രമാകും പാട്ടുമൂളി വന്നു നീ, ഒഴുകി മെല്ലെ അലിയുവാനിൻ പ്രാണനിൽ. ഇനി മുഖം പുതുവായി മനസാകയായി വിരിയുമ്പോൾ, മഴവില്ല് പൂക്കുമ്പോൾ, ഹൃദയവാതിലോരമായി നീ നിന്നുവോ, പ്രണയവീണയാർദ്രമായി മീട്ടിയോ. വിഴികൾ കോർക്കുമൊരു നോട്ടം പോലും തഴുകിടും സ്നേഹമായി, പഴയൊരോർമ്മകളെ മായ്ച്ചു നമ്മൾ പുതിയ നാളെയെ തേടി. ഇരു കൈകളും കോർത്തൊരേ പാതയായി നാം പോകവേ. കൺഗ്രാറ്റുലേഷൻസ്. താങ്ക് യു സോ മച്ച് മേമ. കൺഗ്രാറ്റുലേഷൻസ് സീത. താങ്ക് യു മേമ. ഐ എം സോ ഹാപ്പി. ഇനിയപ്പോ നിങ്ങളുടെ പരിപാടികളൊക്കെ നടക്കട്ടെ. എൻജോയ്. ഷുവർ മേമ. ആ സാധന, ഭക്ഷണമൊക്കെ റെഡിയായോ ഒന്ന് നോക്ക്. ഈ കാഴ്ച എനിക്ക് വളരെ സന്തോഷമുള്ള ഒന്നാ. അത് മാത്രം പോരാ, കല്യാണം നടക്കണം. അതൊക്കെ അങ്ങ് നടക്കും സാറേ. ഓ, നിങ്ങൾ ഒന്നുകൊണ്ടും പേടിക്കണ്ട, എല്ലാം നല്ലപോലെ നടക്കും. Wow, music! Come on, Sidama, let's dance! Hey, come on, Rama! Sida, come on! Come on, Sidama, come on! Dance, 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 dance. അയ്യോ ഇല്ല. Dance, Come on! Come on, Sidama, come on! Come on, friend, come on! വേഗം വേഗം വേഗം. Come on! മോളെ. Come on! Come on. Oh, six.
ഭാർഗവി, ഇങ്ങനെ ഒരു എൻഗേജ്മെന്റ് ഞാൻ എവിടെയും കണ്ടിട്ടില്ല. അല്ലേ, ചെറുക്കൻ പെണ്ണിന്റെ മുന്നിൽ നിന്ന് പെണ്ണിന്റെ കുഞ്ഞിനോട് ഞാൻ നിന്റെ അമ്മയെ കല്യാണം കഴിച്ചോട്ടെ എന്ന് ചോദിക്കുന്ന ഒരു എൻഗേജ്മെന്റ്. നിങ്ങളുടെ ബെസ്റ്റ് മരുമോളെ അവളോടൊപ്പം വീട്ടിലേക്ക് കയറ്റാൻ തയ്യാറായല്ലോ. നിങ്ങളൊരു ഗ്രേറ്റ് ലേഡിയാ ഭാർഗവി. ഓഫ് കോഴ്സ് മൈ ഫാമിലി ഈസ് ഗ്രേറ്റ്. മറ്റാണുങ്ങളെ പോലെ പ്രേമിച്ച് വഞ്ചിച്ച് വിട്ടുകളയുന്ന സ്വഭാവക്കാരനല്ല എന്റെ രാമൻ. അങ്ങനെ മോതിരം മാറ്റൽ ചടങ്ങ് കഴിഞ്ഞു. ഇനി വാണിച്ചേച്ചിയുടെ ആഭരണം കൊടുക്കുന്നത് എപ്പോഴാണെന്നൊന്ന് ചോദിക്കടി. അതെ, വെറുതെ ഒരു സീൻ ക്രിയേറ്റ് ചെയ്യാൻ നിൽക്കല്ലേ, അടങ്ങിയിരിക്കെ. സാധന, ഇതിപ്പോ നീ ചോദിക്കോ അതോ ഞാൻ ചോദിക്കണോ? ഭാർഗവി, അച്ഛാ, അവന്റെ അച്ഛനും അമ്മയും ഇപ്പൊ ഉണ്ടായിരുന്നെങ്കിൽ നമുക്ക് എത്ര സന്തോഷമായിരുന്നു. വരുന്ന മരുമോക്ക് അവന്റെ അച്ഛന്റെ അമ്മയുടെ ആശീർവാദം എങ്ങനെ കൊടുക്കും? അവന്റെ അമ്മയുടെ സാരി ആഭരണങ്ങൾ അവക്ക് കൊടുക്കണം. അത് മുഖാന്തരം അവർക്ക് ആശീർവാദം ലഭിച്ചുവെന്ന് നമുക്ക് അനുമാനിക്കാം. അച്ഛാ, സീത ഇപ്പൊ ധരിച്ച വേഷത്തിന് ഈ ആഭരണങ്ങള് സ്യൂട്ടല്ല അച്ഛാ. ഞാനെല്ലാം കൊണ്ടുവന്നിട്ടുണ്ട്, പക്ഷേ അവള് പെട്ടെന്ന് എന്താ പറയാന്ന് എനിക്കറിയില്ല അച്ഛാ. സീത, ഇങ്ങ വാ മോളെ. ഈ ആഭരണങ്ങളൊക്കെ എന്റെ വാണിയുടേതായിരുന്നു. നിശ്ചയത്തിന്റെ അന്ന് നീ ഇതൊക്കെ ധരിച്ച അവളുടെ ആശീർവാദം ഉള്ളതുപോലെയാ എന്റെ വിശ്വാസം. എടുക്കുമോളെ, ധരിക്കതൊക്കെ. അതെ, നിങ്ങളുടെ അനിയത്തിയുടെ ഒരു ഭാഗ്യം കണ്ടോ? അതൊക്കെ എത്ര വില വരുന്ന ആഭരണങ്ങളാ. എടി, എന്റെ അനിയത്തിയുടെ ആഭരണം എന്ന് പറയുമ്പോ എനിക്കും കൂടി അതിലൊരു പങ്കുണ്ടല്ലോ. നീ കണ്ടോ മോളെ, നമ്മുടെ ലക്ക് തെളിഞ്ഞു മോളെ. നമ്മുടെ ലക്ക് തെളിഞ്ഞോ ഇല്ലയോന്നൊന്നും എനിക്കറിയില്ല. ആഭരണം കണ്ടിട്ട് എനിക്കെന്തോ തല കറങ്ങുന്നുണ്ട്. ഒന്ന് അവിടെ അടങ്ങി നിക്കടി. മുത്തശ്ശ, ഞാനിപ്പോ ഇട്ടേക്കുന്ന ഡ്രസ്സിന് ഈ ആഭരണങ്ങളൊന്നും മാച്ച് ആവില്ല. എനിക്കിത് വളരെ അൺകംഫർട്ടബിൾ ആണ്. എനിക്ക് സാരിയോ മുത്തശ്ശ ഇഷ്ടം. പ്ലീസ്, ഞാൻ സാരി ഉടുത്തിട്ട് വരാം. ഇതെല്ലാം മേമയല്ലേ അറേഞ്ച് ചെയ്തത്. അവരെ ഡിസപ്പോയിന്റ് ചെയ്യണ്ടെന്ന് വിചാരിച്ചാ ഞാൻ ഇതെല്ലാം ഇട്ടത്. പ്ലീസ് മുത്തശ്ശ, നിങ്ങൾ പെർമിഷൻ തന്നാൽ ഞാൻ സാരി ഉടുത്തിട്ട് വരാം. നിനക്ക് ഇഷ്ടമുള്ളത് ധരിച്ചിട്ട് വാ മോളെ. ഭാർഗവി, വാണിയുടെ സാരി ഉണ്ടല്ലോ, അതെടുത്ത് കൊടുക്ക. അത് ധരിച്ചിട്ട് വാ. ഞങ്ങൾക്ക് വാണി ഇല്ലാത്തതിന്റെ ഒരു കുറവ് തീർന്നു കിട്ടും. സീത, വാ. ചെല്ലു മോളെ. ഇവിടെയുള്ളതൊന്നും നിന്റെ സ്വന്തമല്ല. എല്ലാം നീ തട്ടിയെടുത്തതാ. തട്ടിയെടുത്തതെല്ലാം സ്വന്തമാക്കെന്ന് കരുതിയോ ഭാർഗവി? എന്റെ മരുമകള് നിന്റെ അധ്യായത്തിന് അവസാനം കുറിക്കും.
എനിക്ക് സാരി ഉടുത്തപ്പോഴാ ശരിക്കും സമാധാനമായത്. ഈ സാരി നന്നായിട്ട് ചേരുന്നുണ്ട്, പക്ഷേ ആ ലഹങ്കയിൽ നീ ശരിക്കും സുന്ദരിയായിരുന്നു. ആദ്യം ഞാൻ സ്റ്റൈലിസ്റ്റിനോട് ഗൗണ് ശരിയാക്കാനാ പറഞ്ഞിരുന്നത്. അത് നിനക്ക് കംഫർട്ടബിൾ ആയിരിക്കില്ല എന്ന് തോന്നിയതുകൊണ്ടാ ലഹങ്കയാക്കിക്കൊള്ളാൻ പറഞ്ഞത്. അത് നിനക്ക് കംഫർട്ടബിൾ ആയിരുന്നില്ല അല്ലേ? അതെന്താ, നിനക്ക് ഇഷ്ടമായില്ല? അതുകൊണ്ടല്ല മേമ, എനിക്കത് വളരെ ഇഷ്ടായി. കംഫർട്ടബിളും ആയിരുന്നു, പക്ഷേ എനിക്കത് ശീലമില്ലല്ലോ. കമോൺ സീത, നീ ഇതൊക്കെ ശീലമാക്കിയല്ലേ പറ്റൂ. നീ ദേശായി കുടുംബത്തിലെ മരുമകളാവാൻ പോവാ. ഇനി അങ്ങോട്ട് ഈ പാർട്ടീസും ഗെറ്റ് ടുഗദറും ഒക്കെ അതൊക്കെ നിനക്ക് സ്ഥിരമാക്കേണ്ടി വരും. അല്ല, എല്ലായിടത്തും നിനക്ക് സാരി എടുത്തോണ്ട് പോകുന്നത് നടക്കില്ലല്ലോ. ആ സ്ഥലത്തിനും ആളുകൾക്കും ചേരുന്ന പോലെ നമ്മളും മാറേണ്ടതല്ലേ സീതെ? ഈ സാരി എടുത്തു കഴിഞ്ഞപ്പോ എന്തോ ഒരു സന്തോഷം തോന്നുന്നുണ്ട് മേമ. ഞാൻ വാണിയമ്മയെ ഇതുവരെ കണ്ടിട്ടില്ല, പക്ഷെ അവരെന്റെ കൂടെ ഉള്ളതുപോലെ എനിക്ക് തോന്നുന്നുണ്ട്. ചേച്ചി, എന്റെ വാണി ചേച്ചി. വാണി ചേച്ചിയല്ലേ അത്? എന്റെ വാണി ചേച്ചി വന്നു. കണ്ടോടാ അനിയ, വാണി ചേച്ചി വന്നത് കൺട്രോൾ ചെയ്യാം. വാണി ചേച്ചിയെ കണ്ടോ? എന്റെ വാണി ചേച്ചിയെ കണ്ടോ എല്ലാരും? ഞാനൊന്നും ചെയ്തിട്ടില്ല ചേച്ചി. സത്യമായിട്ട് ഞാനല്ല ഒന്നും ചെയ്തേ. എന്നെ ഒന്ന് വിശ്വസിക്കുക, സത്യമായിട്ട് ഞാനൊന്നും ചെയ്തിട്ടില്ല. വാണി ചേച്ചി, എന്നെ ഒന്ന് വിശ്വസിക്കുക. എടാ സത്യം ഒന്ന് പറയടാ, ഞാനൊന്നും ചെയ്തിട്ടില്ലാന്ന്. എന്നാലും നമ്മുടെ വീട്ടിലേക്ക് വന്നില്ലടാ. എടാ ഒന്ന് കൺട്രോൾ ചെയ്യടാ. വാണി ചേച്ചിയാണോ വന്നത്? നമ്മുടെ വാണി ചേച്ചിയാ. സാധന, അച്ഛാ വാണി ചേച്ചിയാ വന്നിരിക്കുന്നത്. സാധന, അവൻ എന്താ ചെയ്യുന്നതെന്ന് അവന് തന്നെ ബോധമില്ല. വിളിച്ചോണ്ട് പോവിടുന്നു. നമ്മുടെ വാണി ചേച്ചിയാ മനസ്സിലാവില്ലേ? സത്യത്തിൽ എന്താ അങ്ങനെയൊക്കെ സംസാരിച്ചേ? ഞാൻ ഈ സാരി എടുത്തത് തെറ്റായി പോയോ? ഒന്നുമില്ല മോളെ, റാമിന്റെ അമ്മയുടെ സാരിയാ. നിനക്കല്ലാതെ വേറെ ആർക്കാ ധരിക്കാൻ സാധിക്കുക? അവൻ അങ്ങനെയാ. നീ അതൊന്നും ആലോചിക്കണ്ട. എന്നാലും സത്യ പറഞ്ഞതുപോലെ നീ ഞങ്ങളുടെ വാണിയെ പോലെ തന്നെയുണ്ട് മോളെ. നന്നായി വാ മോളെ, നന്നായി വാ. ഭാർഗവി, നീ വീട്ടുകാരുടെ മുഖം മൂടിക്കെട്ടി ആ കറുത്ത തുണി വീഴുന്ന ദിവസം നിന്റെ കൺമുന്നിൽ തന്നെയുണ്ട്. വളരെ ചെറിയ പ്രായത്തിൽ തന്നെ എനിക്ക് എൻ്റെ അമ്മയെ നഷ്ടമായി. അമ്മയെ ശരിക്കൊന്ന് കണ്ട ഓർമ്മ പോലും ഇല്ല എനിക്ക്. നല്ല ദൂരത്ത് നിന്ന് അവ്യക്തമായി കണ്ടൊരു ഓർമ്മയുള്ളൂ. ബട്ട് ഐ വുഡ് റിയലി ലൈക്ക് ടു ബിലീവ് ഇന്ന് നിന്നെ ശരിക്കും കാണാൻ എൻ്റെ അമ്മയെപ്പോലെ തന്നെയുണ്ട്.
ഇരിക്കെ. സീത, നീ ദേശായി കുടുംബത്തിലെ മരുമകളാകാൻ പോവുകയാണ്. നീ വലിയ ഭാഗ്യം ചെയ്തോളാം. ഇന്നു മുതൽ നിന്റെ ജീവിതം തന്നെ മാറാൻ പോവാണ്. അമ്മ ആക്ച്വലി ഇതൊക്കെ ഞാൻ ലക്കി ആയതുകൊണ്ടാ. സീത ഇസ് സച്ച് എ ബ്യൂട്ടിഫുൾ സോൾ. അവൾക്ക് ഇവിടുത്തെ സമ്പത്തും മാസ്തിയൊന്നും വലിയ ഇമ്പോർട്ടന്റ് കാര്യമൊന്നും അല്ല. മനുഷ്യർക്കും മനുഷ്യത്വത്തിനുമാണ് ഇമ്പോർട്ടൻസ്. നിങ്ങൾക്കൊരു കാര്യം അറിയോ? ഒരു ഫുൾ ഡേ 400 രൂപ വെച്ച് എങ്ങനെ ജീവിക്കാന്ന് ഇവൾ എനിക്ക് പറഞ്ഞു തന്നിട്ടുണ്ട്. റാം, അത് ഞാൻ കാഷ്വൽ ആയിട്ട് പറഞ്ഞതാ. നീ അത് സീരിയസ് ആയിട്ട് എടുത്തായിരുന്നോ? ഹേ, ഐ എം സീരിയസ്. ഒരു ഫുൾ ഡേ വെറും 400 രൂപ വെച്ച് ഞാൻ ജീവിച്ചു. നിനക്ക് വിശ്വാസമായില്ലെങ്കിൽ ദേ വിശ്വം ചെറിച്ചോണ്ട് ചോദിക്കുക. ഞാൻ 400 രൂപ കടം വാങ്ങിയതാ. ആൻഡ് ഗെസ് വാട്ട്, അതിൽ 5 rupees ബാലൻസ് ഒന്നും അറിയോ? സീത പറഞ്ഞത് സത്യം മോളെ. ഈ പറഞ്ഞ കാര്യത്തിൽ ഞാനാ സാക്ഷി. 400 രൂപ എൻ്റെ കയ്യിൽ നിന്ന് കടം വാങ്ങി പോയതാ. പക്ഷെ 5 രൂപ മാത്രമേ എനിക്ക് തിരിച്ചു തന്നിട്ടുള്ളൂ. ബാലൻസ് 395 രൂപ എനിക്ക് കിട്ടാനുണ്ട്. പലിശ അടക്കം ഞാൻ വാങ്ങിച്ചിട്ട് നിന്നെ വിടുകയുള്ളൂ. ഞാനത് തിരിച്ചുതരാം. ഡൺ. അന്നേ ഞാൻ പറഞ്ഞില്ല നിന്നോട്, നീ തന്നെ എപ്പോഴും അഡ്ജസ്റ്റ് ചെയ്യണമെന്നില്ല. ഞാനും അഡ്ജസ്റ്റ് ചെയ്യാം. നിന്നെ പോലെ ഒരു സിമ്പിൾ ലൈഫ് ലീഡ് ചെയ്യാൻ ഞാനും പഠിച്ചോളാം. ഇനിയെങ്കിൽ ഈ സീത അവളുടെ സ്റ്റാൻഡേർഡ് ഒന്ന് റേസ് ചെയ്തേ പറ്റൂ. അല്ലേ, കോടീശ്വരന്റെ വീട്ടിലെ മരുമകളല്ലേ അവള്? 400 രൂപ വെച്ച് കുടുംബം നടത്തുമെന്ന്. ഹൗ സ്റ്റുപ്പിഡ്. എന്തു പറ്റി? ഒരു മിനിറ്റ്, ഇപ്പൊ വരവേ. സീതമ്മ, ഇവരെല്ലാരും നിന്നെ സ്റ്റുപ്പിഡെന്ന് വിളിച്ചോണ്ടിരിക്കുക. അതിനിവിടെ ആരാ ഉള്ളത്? ഇങ്ങോട്ട് വാ. സിഹി, ഇങ്ങോട്ട് വാ സീതമ്മ. അവിടെ നിക്ക്. മറ്റുള്ളവരെ കുറിച്ച് അനാവശ്യം പറയുന്നവരാ സ്റ്റുപ്പിഡ്.